മാടായി ചൈനാക്ലേ റോഡിലെ തകർന്ന കലുങ്ക് പുനർനിർമ്മിക്കാൻ നടപടിയില്ല. നിലവിൽ റോഡിൽ വലിയ ഗർത്തവും രൂപപ്പെട്ടിട്ടുണ്ട്. വലിയ അപകട ഭീഷണിയാണ് ഇവിടെ നിലനിൽക്കുന്നത്. മാടായി പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട റോഡാണിത്. ഇവിടുത്തെ കലുങ്ക് തകർന്നിട്ട് തന്നെ 1 വർഷം പിന്നിട്ടു. കഴിഞ്ഞ മഴയിൽ റോഡിൽ ഗർത്തവും രൂപപ്പെട്ടു. നിലവിൽ ഇതിന്റെ അപകടാവസ്ഥ മനസ്സിലാവണമെങ്കിൽ കക്കിത്തോട്ടിലിറങ്ങണം. മഴക്കാലത്ത് മാടായിപ്പാറയിലെ മുഴുവൻ വെള്ളവും ഈ കക്കിത്തോട് വഴിയാണ് ഒഴുകിയെത്തുക. നിരവധി വാഹനങ്ങൾ പോകുന്ന റോഡ് ഏത് നിമിഷവും താഴേക്ക് നിലം പതിക്കാം. അടുത്ത മഴയിൽ റോഡ് ഇവിടെ ഉണ്ടാകുമോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. MLA ഫണ്ട് ഉപയോഗിച്ചാണ് റോഡ് ടാറിംഗ് ഉൾപ്പെടെ ചെയ്തത്. പഞ്ചായത്ത് അധികൃതരും കൃത്യമായ നടപടി ഇക്കാര്യത്തിൽ കൈക്കൊണ്ടിട്ടില്ല. കലുങ്ക് നിർമ്മാണം മാത്രം അനിശ്ചിതത്വത്തിൽ നീങ്ങുമ്പോൾ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ആരുണ്ടെന്ന ചോദ്യമാണ് ഉയരുന്നത്. മാടായി പഞ്ചായത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡുകളിലൊന്നാണ് പഞ്ചായത്ത് റോഡാണ്. അതായത് 3 കിലോമീറ്റർ ദൂരം വരുന്ന റോഡാണിത്. ഈ റോഡിലെ ഒരു പ്രധാനപ്പെട്ട കലുങ്കാണ് ഇത് പൊളിഞ്ഞിട്ടിപ്പോൾ 1 വർഷത്തിലധികമായി. പഞ്ചായത്ത് റോഡാണ്. പഞ്ചായത്തിലേക്ക് നിവേദനവും കാര്യങ്ങളും കൊടുത്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ പഞ്ചായത്ത് ഇതുവരെ ഒരു നടപടി എടുക്കുന്നില്ല. പഞ്ചായത്തിന് ആവശ്യമായ ഫണ്ടില്ല എന്നൊരു പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് അത് ബോധപൂർവ്വം നീട്ടിവെക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. മഴയൊക്കെ വരുമ്പോൾ ഈ തോട് മുഴുവൻ ഇവിടെ ബ്ലോക്കായിട്ട് ഈ ഭാഗത്ത് മുഴുവൻ വെള്ളം കയറും. ഈ അടുത്ത മഴയ്ക്ക് പാലം മിക്കവാറും ഒളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നിലവിൽ ഏറെ ഭീതിയോടെയാണ് ജനങ്ങൾ ഇതിലൂടെ കടന്നുപോകുന്നത്. രാത്രികാലങ്ങളിൽ ഗർത്തം രൂപപ്പെട്ടയിടത്ത് അപകടമുണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. നിലവിൽ നാട്ടുകാർ ഇടപെട്ടാണ് ഇവിടെ ബോർഡ് സ്ഥാപിച്ചത് തന്നെ. പ്രതിഷേധങ്ങൾ പല വഴിക്ക് നടന്നെങ്കിലും അധികൃതർക്ക് ഒരു കുലുക്കവുമില്ല. വലിയൊരു അപകടം സംഭവിക്കും മുൻപ് എത്രയും പെട്ടെന്ന് കലുങ്ക് പുനർനിർമ്മിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.